ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിയെടുക്കാത്തതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും സംസ്ഥാനത്തിന് ചെയ്യാവുന്ന മിനിമം കാര്യങ്ങളെങ്കിലും ചെയ്തോ എന്നും കോടതി ചോദിച്ചു. മുഹ്സിന വിവരങ്ങൾ നൽകും. മുഹ്സിന, ഈ പൊതുതാൽപര്യ ഹർജിയുമായി ബന്ധപ്പെട്ട 6 ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനെന്നാണ് ഇപ്പോൾ പരിഗണിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാകുന്നു. ആദ്യഘട്ടത്തിൽ വലിയ വിമർശനമാണോ സർക്കാരിന് ഏൽക്കുന്നത്? സൈഫുദ്ദീൻ, പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോടതി നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചിട്ട് 4 വർഷമായിട്ടും എന്തുകൊണ്ട് സർക്കാർ നിഷ്ക്രിയമായി നിന്നു എന്ന ഒരു രൂക്ഷമായ വിമർശനം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന് DGPക്ക് ഇതിന്റെ കോപ്പി കൈമാറിയെന്നും സിനിമാ നയരൂപീകരണ സമിതിക്കൊരു തുടക്കമിട്ടുമെന്നും ഉള്ള കാര്യങ്ങളാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. പക്ഷേ 2019 റിപ്പോർട്ട് ലഭിച്ചിട്ടും എന്തുകൊണ്ട് നടപടികൾ എടുത്തില്ല എന്നും സംസ്ഥാനത്ത് എടുക്കാവുന്ന മിനിമം കാര്യങ്ങളെങ്കിലും ചെയ്തു എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച് 4 വർഷം വേണ്ടി വന്നു സർക്കാരിന് ഇത്രയെങ്കിലും ചെയ്യാനെന്ന രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് സർക്കാരിന്റെ മറുപടി ലഭിച്ചതിന് ശേഷമാണ് ഇത്രയും ചെയ്യാൻ 4 വർഷം എടുത്തത് എന്തിനെന്ന ചോദ്യം ഉണ്ടായിരിക്കുന്നത്. റിപ്പോർട്ട് 2021 DGPക്ക് കൈമാറിയെന്ന മറുപടി കേട്ടപ്പോൾ ഉടൻ ചോദിച്ചത് എന്നിട്ട് എന്തേ ഇതുവരെയും ഒരു നടപടിയും എടുത്തില്ലേ എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. അതായത് വലിയ രീതിയിൽ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഉള്ളടക്കം പുറത്തുവിട്ട കാര്യങ്ങളിൽ ഗുരുതരമായ ആരോപണങ്ങളും സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് വന്നിരുന്നു. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇത്തരത്തിലൊരു കമ്മിറ്റി റിപ്പോർട്ട് മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാതെ നിഷ്ക്രിയമായി എന്ന രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുതാൽപര്യ ഹർജി ഉൾപ്പെടെ 6 ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും കോടതിയുടെ നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിഗുരുതരമായ ഫൈൻഡിങ്സും അതിഗുരുതരമായ ആരോപണങ്ങളുമാണ് ആ റിപ്പോർട്ടിനകത്തുള്ളത്. സാക്ഷിമൊഴികളുണ്ട്. ആ നിലക്ക് സർക്കാരിന് സ്വന്തം നിലക്ക് പോലീസിന് കേസെടുക്കാവുന്നതായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ കണ്ടന്റ് എങ്ങാനും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിരൂക്ഷമായ വിമർശനം സർക്കാർ ഏൽക്കേണ്ടി വരുമെന്ന നിയമവൃത്തങ്ങളൊക്കെ അന്നേ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ ഈ പൊതുതാൽപര്യ ഹർജി അടക്കം വിവിധ ഹർജികൾ കോടതിയിലെത്തുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ സർക്കാർ നിഷ്ക്രിയമാണ്, എന്തുകൊണ്ട് എഫ്ഐആർ പോലും ഇട്ടില്ല തുടങ്ങിയുള്ള ചോദ്യങ്ങൾ കോടതി സർക്കാരിനെതിരെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 6 വ്യത്യസ്ത ഹർജികളിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് മുഹ്സിന? സൈഫുദ്ദീൻ, നിലവിൽ പൊതുതാൽപര്യ ഹർജി ഉൾപ്പെടെ 6 ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർജിയിൽ ഹൈക്കോടതി കക്ഷി ചേർത്ത വനിതാ കമ്മീഷന് പുറമെ നടി രഞ്ജിനിയും കക്ഷി ചേർന്നിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജോസഫ് എം പുതുശ്ശേരി സമർപ്പിച്ച ഹർജിയിൽ മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ അഡ്വക്കേറ്റ് ആസിഫ് അലി ഹാജരാകും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകരായ ജന്നത്ത്, അമൃത എന്നിവർ നൽകിയ ഹർജിയും പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. അതുപോലെ തന്നെ ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ചാണ് നിലവിൽ ഹർജികൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം അല്ലെങ്കിൽ നിലവിൽ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് പുറത്തുവിട്ട റിപ്പോർട്ടിന് മറ്റുള്ള ഉള്ളടക്കങ്ങളൊന്നും തന്നെ ഹൈക്കോടതിയിൽ അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നില്ല. പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ കോടതിയുടെ നടപടിക്രമങ്ങൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് സർക്കാരിന് നേരെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി വരുന്ന മണിക്കൂറുകൾ ഏത് രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി ഇതിൽ നിലപാടെടുക്കുക എന്നത് വലിയ രീതിയിൽ ശ്രദ്ധേയമായ കാര്യമാണ്. ഈ റിപ്പോർട്ടിന്റെ പുറത്ത് എന്ത് നടപടിയാണ് എടുത്തത് എന്നുള്ള ചോദ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. 2021 DGPക്ക് ഇതിന് കോപ്പി കൈമാറിയെന്ന് AG പറയുന്നു. പക്ഷേ DGPക്ക് കോപ്പി കൈമാറിയിട്ട് എന്തുകൊണ്ട് വലിയ ഗുരുതരമായ കാര്യങ്ങൾ ആ റിപ്പോർട്ടിനകത്ത് ഉണ്ട് എന്ന് വ്യക്തമായിട്ടും എന്തുകൊണ്ട് ഒരു എഫ്ഐആർ ഇട്ട് അതിൽ കാര്യങ്ങൾ നടത്താതെ നിഷ്ക്രിയമായി നിന്നു എന്ന സർക്കാരിനോട് രൂക്ഷമായ വിമർശനം തന്നെയാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്.